മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെയും ദേശീയ രാഷ്ട്രീയത്തെയും ഒരുപോലെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് മുതിർന്ന കോൺഗ്രസ് നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ പൃഥ്വിരാജ് ചവാൻ എറിഞ്ഞ രാഷ്ട്രീയ ബോംബ് നാളെ പൊട്ടും. രാജ്യാന്തര തലത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ജെഫ്രി എപ്സ്റ്റീൻ ഫയലുകൾ അമേരിക്ക പുറത്തുവിട്ടതിനെ മുൻനിർത്തി ചവാൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ വലിയ ചർച്ചകൾക്കാണ് വഴിമരുന്നിട്ടിരിക്കുന്നത്. മഹാരാഷ്ട്രയിൽ നിന്നൊരാൾ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയാകാൻ സാധ്യതയുണ്ടെന്ന ചവാന്റെ എക്സ്പോസ്റ്റ് വെറും ഒരു പ്രവചനമല്ല, മറിച്ച് വരാനിരിക്കുന്ന ഒരു രാഷ്ട്രീയ ഭൂകമ്പത്തിന്റെ മുന്നറിയിപ്പാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. മഹാരാഷ്ട്ര കോൺഗ്രസ്, RSS, മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫഡ്നാവിസ് എന്നിവരെ ടാഗ് ചെയ്തുകൊണ്ടായിരുന്നു ചവാന്റെ ഈ വിവാദ പോസ്റ്റ്. വിഷയം ചർച്ചയായതോടെ പിഎംപ്രി ചിഞ്ച്വാഡിൽ നടന്ന പൊതുചടങ്ങിൽ ചവാൻ തന്റെ പ്രസ്താവനയിൽ കൂടുതൽ വിശദീകരണം നൽകി. രാജ്യാന്തര തലത്തിൽ സംഭവിക്കുന്ന മാറ്റങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ വലിയ ചലനങ്ങൾ ഉണ്ടാക്കുമെന്നും അത് നിലവിലെ ഭരണകൂടത്തിന്റെ അടിത്തറ ഇളക്കിയേക്കാമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു. തന്റെ പോസ്റ്റ് വെറും ഒരു സങ്കല്പമല്ലെന്നും രാഷ്ട്രീയ സാധ്യതകളെ മുൻനിർത്തിയുള്ളതാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മഹാരാഷ്ട്രയിൽ നിന്നൊരാൾ പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്തുകയാണെങ്കിൽ നിലവിലെ പ്രധാനമന്ത്രിക്ക് ആ സ്ഥാനം ഒഴിയേണ്ടി വരും. ഇത്തരമൊരു മാറ്റത്തിനുള്ള സാധ്യതയാണ് താൻ അടിവരയിട്ടതെന്ന് ചവാൻ പറഞ്ഞു. ഡിസംബർ 19 അമേരിക്ക പുറത്തുവിടാൻ ഒരുങ്ങുന്ന എപ്സ്റ്റീൻ ഫയലുകൾ ലോകമെമ്പാടുമുള്ള ഭരണാധികാരികളുടെ ഉറക്കം കെടുത്തുന്ന ഒന്നായിരിക്കുമെന്ന് അദ്ദേഹം പ്രവചിക്കുന്നു. അമേരിക്കൻ ശതകോടീശ്വരനായിരുന്ന ജെഫ്രി എപ്സ്റ്റീൻ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ കേസിലെ പ്രതിയായിരുന്നു. ഇയാളുമായി ബന്ധപ്പെട്ട രഹസ്യ വിവരങ്ങളാണ് എപ്സ്റ്റീൻ ഫയൽസ് എന്നറിയപ്പെടുന്നത്. ഈ വിവരങ്ങൾ പുറത്തുവിടാനുള്ള എപ്സ്റ്റീൻ ഫയൽസ് ട്രാൻസ്പെറന്റ് ആക്ട് US കോൺഗ്രസ് പാസാക്കുകയും കഴിഞ്ഞ മാസം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അതിൽ ഒപ്പിടുകയും ചെയ്തിരുന്നു. ജെഫ്രി എപ്സ്റ്റീൻ നടത്തിയ സ്റ്റിംഗ് ഓപ്പറേഷനുകളുടെ വിവരങ്ങളും പ്രമുഖ നേതാക്കളുടെ സ്വകാര്യ ദൃശ്യങ്ങളും ഈ ഫയലുകളിൽ ഉണ്ടെന്നാണ് കരുതപ്പെടുന്നത്. ലോകമെമ്പാടുമുള്ള പ്രസിഡന്റുമാരും പ്രധാനമന്ത്രിമാരുടെയും വിവരങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് ചവാൻ അവകാശപ്പെട്ടു. ഈ ഡാറ്റ പുറത്തുവരുന്നത് ഇന്ത്യയിലെ രാഷ്ട്രീയത്തെയും സാരമായി ബാധിക്കുമെന്ന് അദ്ദേഹം വിശ്വസിക്കുന്നു. നാളെ US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് ഈ വിവരങ്ങൾ പരസ്യപ്പെടുത്തുന്നതോടെ പല ഉന്നതരുടെയും മുഖംമൂടി അഴിഞ്ഞു വീഴുമെന്നാണ് കരുതപ്പെടുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഈ വിവരങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ എങ്ങനെയാണ് ഒരു മഹാരാഷ്ട്രക്കാരൻ പ്രധാനമന്ത്രിയാകുന്ന സാഹചര്യം ഒരുക്കുക എന്നതിലാണ് എല്ലാവർക്കും ആകാംക്ഷ. 70കളിൽ ഗണിത അധ്യാപകനായിരുന്ന എപ്സ്റ്റീൻ പിന്നീട് നിക്ഷേപ ബാങ്കിംഗ് രംഗത്തേക്ക് കടന്നു വരികയും ലോകത്തെ ഏറ്റവും സ്വാധീനമുള്ള വ്യക്തികളുമായി സൗഹൃദം സ്ഥാപിക്കുകയും ചെയ്തിരുന്നു. ഡൊണാൾഡ് ട്രംപ് ഉൾപ്പെടെയുള്ള പ്രമുഖർ ഇയാളുടെ നിശാ പാർട്ടികളിൽ അതിഥികളായി എത്തിയിട്ടുണ്ട്. ഈ ബന്ധം ഡെമോക്രാറ്റിക് പാർട്ടി പലപ്പോഴും ട്രംപിനെതിരെ ആയുധമാക്കിയിരുന്നു. പ്രമുഖരെ കെണിയിൽ വീഴ്ത്തി ദൃശ്യങ്ങൾ പകർത്തി ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന രീതി എപ്സ്റ്റീൻ പിന്തുടർന്നിരുന്നു എന്ന സംശയം ശക്തമാണ്. ഈ ബന്ധം ഡെമോക്രാറ്റിക് പാർട്ടി പലപ്പോഴും ട്രംപിനെതിരെ ആയുധമാക്കിയിരുന്നു. പ്രമുഖരെ കെണിയിൽ വീഴ്ത്തി ദൃശ്യങ്ങൾ പകർത്തി ബ്ലാക്ക്മെയിൽ ചെയ്യുന്ന രീതി എപ്സ്റ്റീൻ പിന്തുടർന്നിരുന്നു എന്ന സംശയം ശക്തമാണ്. 2008 കുറ്റം സംബന്ധിച്ച ഇയാൾ 18 മാസത്തെ തടവ് ശിക്ഷ അനുഭവിച്ചിരുന്നു. തുടർന്ന് 2019 വീണ്ടും അറസ്റ്റിലായ എപ്സ്റ്റീനെ ജയിലിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. ഇയാളുടെ മരണത്തിലും നിരവധി ദുരൂഹതകൾ നിലനിൽക്കുന്നുണ്ട്. ചവാന്റെ പോസ്റ്റ് RSSനെയും ദേവേന്ദ്ര ഫഡ്നാവിസിനെയും ടാഗ് ചെയ്തത് BJP കേന്ദ്രങ്ങളിൽ വലിയ അസ്വസ്ഥത ഉണ്ടാക്കിയിട്ടുണ്ട്. ഫയലുകൾ പുറത്തു വരുമ്പോൾ BJPക്കുള്ളിലെ അധികാര സമവാക്യങ്ങൾ മാറുമോ എന്ന ചോദ്യമാണ് ഉയരുന്നത്. നിതിൻ ഗഡ്കരിയെ പോലെയുള്ള മഹാരാഷ്ട്രക്കാരായ നേതാക്കളുടെ പേരുകൾ ചവാന്റെ പ്രസ്താവനയുമായി ചേർത്ത് ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. ഡാറ്റ പുറത്തു വരുന്നത് രാജ്യത്തെ രാഷ്ട്രീയത്തെ ബാധിക്കുമെന്ന ചവാന്റെ യുക്തിക്ക് പിന്നിൽ എപ്സ്റ്റീന്റെ അതിഥി പട്ടികയിൽ ഉൾപ്പെട്ട ഏതെങ്കിലും ഇന്ത്യൻ പേരുകൾ ഉണ്ടോ എന്ന സന്ദേഹവും നിലനിൽക്കുന്നു. രാജ്യാന്തര തലത്തിലുള്ള ലൈംഗിക അപവാദ കേസിലെ വിവരങ്ങൾ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ പദവിയെ എങ്ങനെ സ്വാധീനിക്കുമെന്നത് സംബന്ധിച്ച് ചവാൻ കൂടുതൽ സൂചനകൾ നൽകിയിട്ടില്ല. മഹാരാഷ്ട്ര രാഷ്ട്രീയം ഇപ്പോൾ തന്നെ വലിയ മാറ്റങ്ങളിലൂടെ കടന്നു പോവുകയാണ്. ഈ സാഹചര്യത്തിൽ ചവാൻ നടത്തിയ വെളിപ്പെടുത്തലുകൾ വരാനിരിക്കുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിനെയോ അല്ലെങ്കിൽ ദേശീയ തലത്തിലുള്ള മുന്നണി മാറ്റങ്ങളെയോ സൂചിപ്പിക്കുന്നുണ്ടോ എന്നും സംശയമുണ്ട്. ചവാൻ ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞൻ എന്ന നിലയിൽ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണോ ഇത് പറഞ്ഞതെന്നാണ് രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നത്. അമേരിക്കയിൽ ട്രംപ് ഭരണകൂടം ഈ ഫയലുകൾ പുറത്തുവിടാൻ തീരുമാനിച്ചത് സ്വന്തം പ്രതിച്ഛായ സംരക്ഷിക്കാനാണെന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. എന്നാൽ ഇത് ലോകമെമ്പാടുമുള്ള മറ്റു പല രാഷ്ട്രീയ കക്ഷികൾക്കും തിരിച്ചടിയായേക്കാം. നാളെ പുറത്തുവരുന്ന രേഖകളിൽ ഇന്ത്യൻ രാഷ്ട്രീയ നേതാക്കളുടെ സാന്നിധ്യമുണ്ടോ എന്നത് ഏറ്റവും വലിയ ചോദ്യമായി അവശേഷിക്കുന്നു. പൃഥ്വിരാജ് ചവാന്റെ പ്രസ്താവനയെ BJP തള്ളിക്കളയുകയാണ്. ഇത് ജനശ്രദ്ധ തിരിക്കാനുള്ള കോൺഗ്രസിന്റെ അടവാണെന്ന് അവർ ആരോപിക്കുന്നു. എങ്കിലും അന്താരാഷ്ട്ര ഗൂഢാലോചനകളെക്കുറിച്ചും രഹസ്യ ഫയലുകളെക്കുറിച്ചും ചവാൻ സംസാരിച്ചത് അല്പം ഗൗരവത്തോടെയാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ കാണുന്നത്. എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തു വന്നാൽ അമേരിക്കൻ പ്രസിഡന്റ് പദവിയിലോ അല്ലെങ്കിൽ മറ്റ് വൻ ശക്തി രാജ്യങ്ങളിലെ ഭരണകൂടങ്ങളിലോ മാറ്റങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ആഗോള രാഷ്ട്രീയത്തിലെ ഈ അസ്ഥിരത ഇന്ത്യയും ബാധിച്ചേക്കാം എന്നതാണ് ചവാന്റെ നിരീക്ഷണം. ഒരു മാറ്റത്തിനുള്ള സാധ്യതയെ അടിവരയിടുക
മാത്രമാണ് താൻ ചെയ്തതെന്ന് ചവാൻ ആവർത്തിച്ചു പറയുന്നു. മഹാരാഷ്ട്രക്കാരൻ പ്രധാനമന്ത്രിയാകുമെന്നതിലൂടെ ആരെയാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത് എന്നതിനെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചകളാണ് നടക്കുന്നത്. ഇത് ആഭ്യന്തരമന്ത്രി അമിത്ഷായാണോ അതോ നിതിൻ ഗഡ്കരിയാണോ എന്ന തരത്തിലുള്ള ഊഹാപോഹങ്ങൾ സജീവമാണ്. അമേരിക്കൻ സമയം വ്യാഴാഴ്ച പകൽ ഈ രേഖകൾ പുറത്തു വരുമെന്നാണ് റിപ്പോർട്ട്. ലോക നേതാക്കളുടെ പേരുകൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ഐക്യരാഷ്ട്രസഭയിലും മറ്റും വലിയ ചർച്ചകൾക്ക് വഴിമാറും. ലൈംഗിക പീഡന കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ എന്നതിലുപരി നേതാക്കളെ സമ്മർദ്ദത്തിലാക്കാൻ എപ്സ്റ്റീൻ ഉപയോഗിച്ച രേഖകളാണ് ഇതിൽ പ്രധാനം. ചവാന്റെ പ്രവചനം ഫലിക്കുമോ അതോ ഇതൊരു രാഷ്ട്രീയ സ്റ്റണ്ട് മാത്രമായി അവസാനിക്കുമോ എന്ന് നാളെ അറിയാം. എന്തായാലും ഡൽഹിയിലെയും മുംബൈയിലെയും രാഷ്ട്രീയ വൃത്തങ്ങൾ ഇപ്പോൾ ജാഗ്രതയിലാണ്. അമേരിക്കയിൽ നിന്നുള്ള വാർത്തകൾക്കായി ലോകം കാതോർക്കുന്നു. മഹാരാഷ്ട്രയിൽ നിന്നൊരാൾ പ്രധാനമന്ത്രിയാകുക എന്നത് ഏതൊരു മഹാരാഷ്ട്രക്കാരന്റെയും ആഗ്രഹമായിരിക്കാം. എന്നാൽ അത് മറ്റൊരു രാജ്യത്തെ അപവാദ കേസിലെ വിവരങ്ങൾ പുറത്തു വരുന്നതിലൂടെ സംഭവിക്കുമെന്ന് പറയുന്നത് അസാധാരണമായ ഒരു രാഷ്ട്രീയ നിരീക്ഷണമാണ്. നാളെ US ജസ്റ്റിസ് ഡിപ്പാർട്ട്മെന്റ് വെബ്സൈറ്റിൽ ഈ ഫയലുകൾ അപ്ലോഡ് ചെയ്യപ്പെടുന്നതോടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ബോംബ് പൊട്ടുമോ എന്ന് കണ്ടറിയാം. പൃഥ്വിരാജ് ചവാന്റെ വാക്കുകൾ സത്യമായാൽ അത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വഴിത്തിരിവായി മാറും.